ഹായ് ഡിയേഴ്സ്. ഇപ്പൊ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 5 വയസ്സുള്ള കുഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. സ്ലീവ് ഫ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ക്രോപ്പ് ടോപ്പ് ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്റെ സ്കേർട്ട് ഞാൻ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ എല്ലാം സമയത്ത് വീഡിയോക്ക് ഒരുപാട് ലെങ്ത് വരുന്നു. അതേപോലെ സ്കേർട്ട് എല്ലാം ഒരേ മോഡൽ തന്നെയാണ് വരുന്നത്. ഇനി പാറ്റിന് സ്കേർട്ടിന്റെയും കൂടി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ നെക്സ്റ്റ് ടൈം ഞാൻ സ്കേർട്ടും കൂടി ഇൻക്ലൂഡ് ആക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് 1/2 മീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. ബ്രൊക്കേഡ് മോഡലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോട്ടന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. അതും 1/2 മീറ്റർ ആണ് കേട്ടോ. അപ്പൊ 5 വയസ്സുള്ള കുട്ടിക്കൊക്കെ നമുക്ക് 1/2 മീറ്റർക്ക് മതിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്നത്. നമുക്ക് നേരെ കട്ടിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്ന ഷോൾഡർ ആണ് കേട്ടോ. ഷോൾഡർ ഞാനൊരു 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നമുക്ക് 4.5 ഇഞ്ച് മതിയാവും. നമുക്ക് സൈഡൊക്കെ അടിക്കുമ്പോൾ കുറച്ച് തയ്യലത്തും പോകുമല്ലോ. അപ്പോൾ ഒരു 5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട്. കുറച്ച് താഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. നമുക്ക് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്യാം കേട്ടോ. ആം ഹോളും 5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ മെഷർമെന്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ 5 ഇഞ്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് നോക്കാം. ചെസ്റ്റ് അളവ് വരുന്നത് 22 കേട്ടോ. ചെസ്റ്റ് എടുക്കുന്നത് 5.5 5.5 ഇതുപോലെ കൊടുക്കുക. തയ്യൽ തമ്മിൽ 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബ്ലൗസിന്റെ ലെങ്ത് നമുക്ക് 10 ഇഞ്ച് എടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് 10 ഇഞ്ച് ബ്ലൗസിന്റെ ലെങ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് അങ്ങോട്ടേക്കും 10 ഇഞ്ച് നമുക്ക് ബ്ലൗസിന്റെ ലെങ്ത് ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. വേസ്റ്റ് അളവ് സെയിം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. 5.5 എടുക്കുന്നുണ്ട്. 1.5 തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ മെഷർമെന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ല. അവർ ഷേപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്തോട്ടെ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. നമുക്ക് ആം ഹോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആം ഹോൾ വരച്ചു കൊടുക്കാം കേട്ടോ. കഴുത്തിന്റെ അകലം 2 ഇഞ്ചും കഴുത്തിന്റെ ഇറക്കം എടുക്കുന്ന 3.5 ഇഞ്ചും ആണ് കേട്ടോ. അത് ഇതുപോലെ ബോക്സ് ആക്കി വരച്ചിട്ട് നമുക്ക് നമ്മുടെ റൗണ്ട് നെക്കാണ് അവിടെ കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ തയ്യൽ തുമ്പ് കൂട്ടാൻ മറന്നു കേട്ടോ. ഞാൻ ബ്ലൗസിന്റെ ലെങ്ത് 10 ഇഞ്ചല്ലേ പറഞ്ഞത്. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ 1/2 ഇഞ്ച് താഴെ പീസ് വെച്ച് അടിക്കാൻ വേണ്ടി. അങ്ങനെ 11 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വരച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് നമുക്ക് അധികം ഇതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് ആ വരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതേ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഫ്രണ്ട് പീസ് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ബാക്ക് പീസിൽ ചെയ്തെടുക്കുന്നത്. ഇതുപോലെയല്ലേ വെച്ചിട്ടില്ലേ. കഴുത്തിന്റെ അകലം എത്ര നമ്മൾ പറയാം 2 ഇഞ്ച്. അപ്പൊ ഈ ഒരു ലൈൻ വിട്ടിട്ട് വേണം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ കഴുത്തിന്റെ ഇറക്കം എടുക്കാം കേട്ടോ. നമുക്ക് ചെറിയ കുഞ്ഞിയല്ലേ, ഒരു 1.5 ഇഞ്ചൊക്കെ കൊടുത്താലും മതി. രണ്ടെടുക്കാം. ഞാനിപ്പോ ജസ്റ്റ് 1.5 ഇഞ്ച് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ 1.5 ഇഞ്ചില് ജസ്റ്റ് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് നമ്മുടെ റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചെടുക്കാം. റൗണ്ട് നെക്ക് വരക്കാം. അതിനുശേഷം താഴത്തേക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അതായത് താഴത്തുനിന്ന് ഒരു 4 ഇഞ്ച് ബട്ടൺസ് വരുന്ന ഇതിക്കൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്കത് ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഈ ഒരു 4 ഇഞ്ചിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. 4 ഇഞ്ച് താഴത്ത് വെച്ച ഗ്യാപ്പ് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം നമ്മൾ നെക്കാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത്. കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നമ്മുടെ ആ ഒരു ഷേപ്പിലേക്ക് കൂടി കട്ട് ചെയ്തതിന് ശേഷം താഴത്തേക്കില്ല ക്ലോസ് ആയിട്ടുള്ള വശം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കൊടുക്കുക. എന്നിട്ട് താഴ്വശം നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ബാക്ക് സൈഡ് ആണ് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ കറക്റ്റ് ആക്കി ലൈനിങ്ങിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ നെക്കില്ലേ, ഈ നെക്ക് ഇതേ ഷേപ്പിൽ നമുക്കൊന്ന് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ കുത്താ സൂചി, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കൊടുക്കാം. അതുപോലെ ആം ഹോള് ഇതുപോലെ ഇങ്ങനെ കൊടുക്കണം. ഇവിടെ ഗ്യാപ്പ് വേണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നെക്ക് ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കൊടുക്കാം. അതുപോലെ നമ്മുടെ ആം ഹോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതാ ഇതുപോലെ അടിച്ചതിന് ശേഷം ചെറിയ ചെറിയ കട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാം കേട്ടോ. തിരിച്ചെടുത്തിട്ട് നമുക്ക് പ്രസ് സ്റ്റിച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര നമുക്ക് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ പോർഷനിലും കൊടുക്കാൻ വേണ്ടി പറ്റൂല. ആ ആം ഹോളിന്റെ അടുത്തൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റൂ കേട്ടോ. ഇവിടെ കുറച്ച് വരെ കൊടുക്കുക. ഫുള്ളല്ല, ഒരു കുറച്ച് വരെ കൊടുക്കാൻ വേണ്ടി പറ്റും. കൊടുക്കാൻ പറ്റുന്നത്ര നമുക്ക് പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ അടിച്ചെടുത്തു. നമ്മുടെ ലൈനിങ് ഇതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് എടുക്കാനുണ്ട്. ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പൊ അതൊക്കെ രണ്ടും ഒരുമിച്ച് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഷോൾഡറും കൂടി അങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ ഇങ്ങനെ എടുക്കാം.
മെയിൻ ഫാബ്രിക്കിന്റെ മുകളിൽ നമ്മുടെ ലൈനിങ് പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ആം ഹോൾ അടിച്ചിട്ട് ഇവിടം വരെ നിർത്താം. അതായത് നമ്മ ആം ഹോൾ അടിച്ചിട്ട് ഇവിടം വരെ നിർത്താം. പിന്നെ ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ ഇവിടം വരെ നിർത്താം. അതിനുശേഷം പറഞ്ഞുതരാം കേട്ടോ. ഇത് ഇവിടം വരെ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ തിരിക്കാം. തിരിച്ചതിന് ശേഷം ഇത് നമ്മുടെ ബാക്കല്ലേ വരുന്നത്. ബാക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് അത് അതിന്റെ ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് രണ്ട് രീതിക്കും ചെയ്യാം. ഷോൾഡർ മച്ചായി ഇതും അതുപോലെ അടിച്ചതിന് ശേഷം ഒന്നിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പോ ചെയ്യാറ് ഇങ്ങനെയാണ്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ ആവുന്നത് പോലെ എനിക്ക് തോന്നും. ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം നമുക്കിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിന്റെ ഉള്ളിലത്തെ ആ ഒരു പീസ് ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തിട്ട് നമുക്ക് നെക്ക് ഒന്ന് റൗണ്ടിൽ അടിച്ചെടുക്കാം കേട്ടോ. ശേഷം ഈ ഒരു പോർഷൻ എത്തിയ സമയത്ത് നമ്മൾ അടുത്ത ഇതും ഷോൾഡർ ഇതുപോലെ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ അടിച്ചിട്ട് നമ്മുടെ ആം ഹോൾ ഒന്ന് അടിച്ചെടുക്കാം. ഇത് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ബാലൻസ് മെറ്റീരിയൽ ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ 2 പീസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം 3 ഇഞ്ച് വീതിക്കും ഒരെണ്ണം 2 ഇഞ്ച് വീതിക്കും ആണ്. ഇപ്പൊ നമ്മുടെ കുടുക്കും കണ്ണിയും കെട്ടേണ്ടതിന് വേണ്ടിയിട്ടുള്ള പീസാണ്. 2 ഇഞ്ച് വീതിക്ക് വരുന്നതാണ് നമ്മൾ കുടുക്കിന്റെ വശത്തായിട്ട് എടുക്കുന്നത്. അപ്പൊ ഇത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മെറ്റീരിയൽ മുകളിലോട്ടേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് പ്രസ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ കുടുക്ക് വെക്കാണ്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചു അതിന് ശേഷം പ്രസ് സ്റ്റിച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് വശത്തേക്ക് എടുത്തിട്ട് ആദ്യം ഒരു മടക്ക് മടക്കി കൊടുക്കാം. ആദ്യം ഒരു മടക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. രണ്ടാമത്തെ മടക്ക് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വേണം നമ്മൾ കുടുക്ക് വെക്കുന്ന വശം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വശം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുടുക്കിന്റെ നല്ല വശത്ത് വെച്ചിട്ടല്ലേ ചെയ്തത്. ഇതിൻ്റെത് കണ്ണി കെട്ടുന്നത് 3 ഇഞ്ച് വീതിക്കുള്ള പീസാണ്. അത് നമ്മുടെ ലൈനിങ് പീസിൽ വെച്ചിട്ട് ഇതുപോലെ അടിക്കുക. പിന്നെ പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ നല്ല വശത്തേക്ക് എടുക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. രണ്ടാമത്തെ മടക്ക് നമ്മൾ സ്റ്റിച്ച് കാണുന്നുണ്ടോ, ആ സ്റ്റിച്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക. കുറച്ച് മെറ്റീരിയൽ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അതുപോലെയാണ് നമ്മുടെ കണ്ണി കെട്ടുന്ന വശം ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 3.5 ഇഞ്ച് വീതിക്കുള്ള പീസ് എടുത്തിട്ടുണ്ട്. നീളത്തിലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഫ്രില്ലിടാൻ പാകത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അതിന്റെ സെന്ററിൽ കൂടെ സൈഡ് വശം ഞാൻ ഉരുട്ടി അടിച്ചതാണ്. നിങ്ങൾക്ക് മടക്കി അടിച്ചു കൊടുത്താലും മതി. സെന്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആ സെന്ററത്തെ നൂലത്തെ അടിവശത്തെ നൂല് ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചുരുക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇതുപോലെ അല്ല കൈവച്ച് ചുരുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൈവച്ച് തന്നെ ചുരുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ കൈവച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടാണ് ആ ചുരുക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് 2 എണ്ണത്തിൻ്റെതും ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവിന് വെച്ച് കൊടുക്കാം. അപ്പൊ സ്ലീവിന് വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇവിടുന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ 1 ഇഞ്ചിൽ നമ്മൾ റൗണ്ടില്, കാരണം ആ 1 ഇഞ്ചില് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട്. എന്നാൽ കറക്റ്റ് നമുക്ക് സൈഡ് ജോയിൻ ചെയ്ത സമയത്ത് ഫ്രില്ലൊക്കെ കറക്റ്റ് അളവിൽ കിട്ടും കേട്ടോ. അപ്പൊ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഫുള്ളായിട്ട് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ 1 ഇഞ്ചില് ആ 1 ഇഞ്ചിൽ കറക്റ്റ് ആയിട്ട് ഇതാ നമ്മൾ ഈ സെന്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ടില്ലേ, അത് ഇവിടെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് ലോക്ക് ഇട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ആ 1 ഇഞ്ച് വരുന്ന പോലെ നോക്കി 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 ഇത് നമുക്കൊന്ന് ഫ്രില്ലിട്ട് എടുക്കാം കേട്ടോ. ഫ്രില്ലല്ല, ഇതിന്റെ മുകളിലെ സ്റ്റിച്ച് ഇട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ നോക്കി നമുക്ക് ചെയ്യാം. ഇത് ഫ്രില്ല് ഒരു നല്ല രീതിക്ക് നിൽക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു മെറ്റീരിയലിന്റെ ആ ഒരു ഇതാണ്. ഇതിപ്പോ കുറച്ച് സോഫ്റ്റ് കണക്കത്തെ തുണിയാണ്. കുറച്ചിങ്ങനെ ഹാർഡ് ആയിട്ടുള്ള തുണിയായ സമയത്ത് നല്ല വൃത്തിയിൽ നിൽക്കും കേട്ടോ. ഇതൊരു മെറ്റീരിയലിന്റെ പ്രത്യേകത കൊണ്ടാണ് കേട്ടോ നല്ല വൃത്തി നിൽക്കാത്തത്. നമ്മൾ ഇതുപോലെ ചെയ്തു. അതിനുശേഷം നമുക്ക് അതിന്റെ മുകളിലേക്ക് ലേസ് വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ലേസ് ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ.
അതിനുശേഷം താഴ്വശത്ത് പീസ് വെച്ച് കൊടുക്കാം. സ്ലീവ് ഒക്കെ വരുമ്പോൾ പീസ് വേണം വെച്ച് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അത് വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. അതായത് ഒരു 1.5 ഇഞ്ച് വീതിക്കുള്ള പീസ് കട്ട് ചെയ്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് അടിക്കുക. ഇങ്ങോട്ടേക്ക് തിരിച്ചിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ ലൈനിങ് വശത്തേക്ക് 2 മടക്കി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഇതുപോലെ വെച്ചിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം, 2 സൈഡും. ഇതാന്നിട്ട് നമ്മുടെ ബ്ലൗസ് വരുന്ന സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത്. ഇതിൽ ബട്ടൺസ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ താല് പിന്നെ കുത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഇങ്ങനെ ബട്ടൺസ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ബട്ടൺസ് വെച്ച് കൊടുക്കുമെന്ന് വേണ്ടത്. പിന്നെ മെറ്റീരിയൽ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് ഫ്രില്ല് നല്ലൊരു വൃത്തിക്ക് നിൽക്കുന്നില്ല, അതായത് ഒരു ഒതുങ്ങി കിടക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.